ഇപ്പോൾ നമ്മളോടൊപ്പം രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ജോസഫ് സി മാത്യു ചേരുന്നുണ്ട്. ശ്രീ ജോസഫ് സി മാത്യു, PV അൻവർ സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിർദ്ദേശം ശിരസാ വഹിച്ച് ഇനിയൊരു പരസ്യ പ്രതികരണത്തിന് മുതിരില്ല എന്നാണോ അങ്ങ് വിചാരിക്കുന്നത്? അല്ല, അത് അദ്ദേഹം തീരുമാനിക്കേണ്ട കാര്യമാണ്. ഞാൻ അതിലൊരു പ്രൊഡിക്ഷൻ ഒന്നും മുതിരുന്നില്ല. അദ്ദേഹത്തെ സംബന്ധിച്ച് ഈ ദൂരം വരെ വന്നത് തന്നെ ആണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം. ഇപ്പൊ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം ഉന്നയിച്ചതിലെ വിഷയങ്ങളുടെ കഴമ്പൊന്നുമല്ല ഇതിനെ പ്രസക്തമാക്കിയത്. കാരണം അദ്ദേഹം സ്വർണം പൊട്ടിക്കലിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങള് കേരളത്തിൽ ഇതിനു മുമ്പും നടന്നുകൊണ്ടിരിക്കുന്നതാണ്, നമുക്കറിയാവുന്ന കാര്യമാണ്. സ്വർണം പൊട്ടിക്കലും അതിനെ പിടിക്കുന്നതിന്റെ എണ്ണം കൂടിയിട്ടുണ്ട്, കസ്റ്റംസ് പിടിക്കുന്നതിന്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്, കസ്റ്റംസിനെ റെയ്ഡ് നടത്താനുള്ള CBIയുടെ സാങ്ഷൻ സംസ്ഥാന സർക്കാർ എടുത്തു കളഞ്ഞ അന്നു മുതൽ ഈ കടത്ത് കൂടിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം മലപ്പുറം സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം കേരളത്തിലെ പോലീസ് മാഫിയയുടെ കയ്യിലാണെന്നും അവര് ഈ സ്വർണം പൊട്ടിക്കലിലൂടെ പണം ഉണ്ടാക്കുകയാണെന്നും ഒക്കെ പറഞ്ഞത് ഏതാണ്ട് മലപ്പുറം സ്പെസിഫിക് ആയിട്ടുള്ള കാര്യമല്ല. അദ്ദേഹം ആരോപണം ഉന്നയിച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കുറിച്ചാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ കയ്യാളായി ഇവിടുത്തെ ADGP പ്രവർത്തിക്കുന്നു എന്നാണ് അദ്ദേഹം ഉന്നയിച്ചത്. അദ്ദേഹം ഉന്നയിച്ചിട്ട് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് സാധാരണ ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടായാൽ അത് മുൻപിൻ നോക്കാതെ പ്രസ്താവന ഇറക്കി അതിനെ ഡിഫെൻഡ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അത് CMRLന്റെ ഒക്കെ വിഷയത്തിൽ എക്സാലോജിക്കിന് അനുകൂലമായിട്ട് ഇറക്കിയ സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെ നിങ്ങൾ നോക്കിയാൽ പാർട്ടിക്ക് ഒരു കാര്യവും ഇല്ലാത്ത രണ്ട് സ്വകാര്യ കമ്പനികൾ തമ്മിലുള്ള ഇടപാട് എന്ന് പറഞ്ഞ് ന്യായീകരിച്ചുകൊണ്ട് പോലും പാർട്ടിക്ക് അറിയാൻ വയ്യാത്ത കാര്യത്തിൽ പോലും പ്രസ്താവന ഇറക്കി ഷീൽഡ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷെ ഈ വിഷയത്തില് മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തി പാർട്ടി നേതാവ് എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നു, ഇതിന്മേൽ ഒരു അന്വേഷണവും ഇല്ല, ശശിക്കെതിരെ ഒരു അന്വേഷണവും ഇല്ല എന്ന് പറയുന്നിടം വരെ ഇവര് മൗനമായിരുന്നു. CPMന്റെ ഭാഗത്ത് നിന്ന് മൗനമായിരുന്ന് അന്വറിന് മൗനാനുവാദം കൊടുത്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. നിങ്ങൾ നോക്കേണ്ടത് ശശിക്കെതിരായിട്ടുള്ള ആരോപണം ഞാൻ പാർട്ടി സെക്രട്ടറിയോട് പറഞ്ഞെന്ന് പറഞ്ഞപ്പോൾ പാർട്ടി സെക്രട്ടറി പറഞ്ഞു ശശിക്കെതിരെയുള്ള ആരോപണം രേഖാമൂലം ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ പിന്നീട് അൻവർ പറഞ്ഞു അത് ശരിയാണ്, ഞാൻ രേഖാമൂലം കൊടുത്തിരുന്നില്ല, മുഖ്യമന്ത്രിക്ക് കൊടുത്തതിന്റെ കോപ്പിയാണ് അവിടെ കൊടുത്തത്, മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ട് കാര്യമില്ലാത്തത് കൊണ്ട് ഞാൻ കൊടുത്തില്ല, ഇത് ഞാൻ എഴുതി കൊടുക്കും എന്ന് പറഞ്ഞു. അങ്ങനെ എഴുതി കൊടുത്തു എന്നും നിങ്ങൾ മാധ്യമങ്ങളോട് അൻവർ പറഞ്ഞു. അപ്പം പാർട്ടി സെക്രട്ടറി പറഞ്ഞു രേഖാമൂലം തന്നാൽ അന്വേഷിക്കുമെന്ന് പറഞ്ഞു. അൻവർ രേഖാമൂലം കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പറയുന്നു പാർട്ടി നേതാവ് എന്നുള്ളത് ഞാൻ പറയുന്നു ശശിക്കെതിരെ ഒരു അന്വേഷണവും ഇല്ല. അപ്പൊ ഇവര് പ്രസ്താവനയായിട്ട് പുറകെ വരികയാണ് ചെയ്ത് എന്ന് പറഞ്ഞാൽ ഞാൻ പറയാൻ വന്ന ഇത്രേ ഉള്ളൂ. അൻവറിന്റെ പിറകിൽ വേറെ ചിലർ ഇടപെട്ടാണ് ഇത് പറയിപ്പിച്ചത് എന്നുള്ളത് മുഖ്യമന്ത്രിക്കും അറിയാം, ഈ പറയുന്നവർക്കും അറിയാം. ആ സാഹചര്യത്തിലാണ് ഇത് ഇത്രയും ചർച്ച വഷളായതെന്നുള്ളതും ഇവർക്കെല്ലാം അറിയാം. അതിനുശേഷം മാധ്യമങ്ങളുടെ മെക്കിട്ട് കയറി അല്ലെങ്കിൽ നിരീക്ഷകരുടെ മെക്കിട്ട് കയറി അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനെ തമസ്കരിക്കാനൊന്നും പറ്റില്ല. ഇത് പാർട്ടിയുടെ പൊതുനിരത്തിൽ ഒരു മാസം അലക്കാനായിട്ട് ഇട്ടുകൊടുത്തത് ഇവര് തമ്മിലാണ്. അപ്പൊ അതിന് മറുപടി പറയേണ്ടത് ഇവരാണ്. എന്തിനാണ് ഇതാണ് വസ്തുതയെങ്കിൽ, ഇത് അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണമായിരുന്നെങ്കിൽ, സെമി കേഡർ ആണോ എന്ന് കളിയാക്കിക്കൊണ്ടിരുന്ന കോൺഗ്രസിന്റെ നേതാവ് പറയുമല്ലോ ഞാനാണെങ്കിൽ ഇങ്ങനെ ഒരു MLA എടുത്ത് തോട്ടിക്കളഞ്ഞത്, ഒരു ക്വാർട്ടർ കേഡറെങ്കിലും ആണോ? അതിനല്ലേ ഇവർ ആദ്യ ശ്രീ ജോസഫ് സി മാത്യു, ഈ അഭ്യർത്ഥന പ്രയോഗത്തെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? ഇത്രയും രൂക്ഷമായ ആരോപണം ശശിക്കെതിരെ എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ കൂടിയാണ് അല്ലെ ഉന്നയിച്ചിട്ട് CPM പോലൊരു പാർട്ടി PV അൻവറിനോട് അഭ്യർത്ഥിക്കുകയാണ് ഇനി മിണ്ടരുതേ എന്ന്. അവര് സാധാരണ ഇലക്ഷൻ ആകുമ്പോഴാണ് നല്ലവരായ ജനാധിപത്യ വിശ്വാസികളോട് CPIMന് വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്നിതുപോലൊരു പ്രസ്താവന ഇറക്കാറുള്ളത്. അങ്ങനെയാണ്. ആ പാർട്ടി കമ്മ്യൂണിറ്റി എടുത്ത് നിങ്ങൾ നോക്കിയാൽ അവിടെ നീണ്ട ലിസ്റ്റ് പഴയത് കാണും. അതിൽ അഭ്യർത്ഥന എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് എവിടെയാണെന്നും അതേസമയം മറ്റേതൊരു ശാസന പോലെയാണ്. അൻവറിന് ഇതൊന്നും ബാധകമല്ലെന്ന് നമുക്കറിയാം. പിന്നെ നമ്മൾ ഈ വിഷയം പറയുന്നത് മുകേഷിന്റെ കാര്യമായാലും അൻവറിന്റെ കാര്യമായാലും എല്ലാം ഇവരെ ഇടതുപക്ഷത്തോടൊപ്പം ചേർക്കാൻ ഒന്നിച്ചു നിർത്താൻ പാർലമെന്ററി പാർട്ടിയുടെ ഭാഗമാക്കാൻ തീരുമാനിക്കുമ്പോഴാണ് ഇവരുടെ പാരമ്പര്യം എന്താണെന്നൊക്കെ അന്വേഷിക്കേണ്ടത്. ഇവരെ അവിടെ കൊണ്ടുവന്നിരുത്തി നമ്മളുടെ മുന്നിൽ ഇടതുപക്ഷത്തിന്റെ മുഖമായിട്ട് അവതരിപ്പിച്ച ശേഷം പിന്നീട് അവർ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഇവർ വരയ്ക്കുന്ന രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണമെന്ന് പറയുമ്പം വളരെ സ്പഷ്ടമാണ്. മുഖ്യമന്ത്രിയുടെ DNA പരിശോധിക്കണം എന്നാണ് അൻവർ ഇത്രയും ദിവസം പറഞ്ഞത്. അത് പറഞ്ഞപ്പം
ഇദ്ദേഹത്തിന്റെ പാരമ്പര്യം പ്രശ്നമാണ് എന്ന് പറയുകയാണ്. എപ്പോഴാണ് ജാതകം നോക്കേണ്ടതെന്ന് ഇനി ആരാ CPM-നെ പഠിപ്പിക്കുക? അതിന് നമ്മുടെ വശത്ത് കയറിയിട്ട് കാര്യമുണ്ടോ? ശരി, വളരെയധികം നന്ദി ശ്രീ ജോസഫ് സി മാത്യു പ്രതികരിച്ചതിന്.